നട റോഡില് ഒരു പെണ്ണിന്റെ തുണി പിച്ച് ചീന്തി 2-3 വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക. എന്റെ സെയിം ഏജ് ആണ്. ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടില് ഒരുപാട് ഉപദ്രവങ്ങള് ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരനിൽ നിന്ന്, അതായത് എൽഡർ ബ്രദറിന്റെ അടുത്തുനിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക, കയറി ചെന്ന്, അതുപോലെ തുണി പിടിച്ച് കീറുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി, എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല, എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഒരാളില്ല സഹായിക്കുന്ന. വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി, അതേപോലെ തന്നെ ഒരു ദിവസം 2 തവണയാണ് ഈ തോമസും കൂട്ടരും വന്ന് ഈ ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടിയെ ആക്രമിച്ചിരിക്കുന്നത്. 2 തവണയും ഡ്രസ്സ് പിച്ച് ചീന്തി എന്നും പറയുന്നുണ്ട്. ഈ തോമസിന്റെ പയ്യൻ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. നമ്മൾ ഈ വീഡിയോ നോക്കുവാണെങ്കിൽ ഈ മഞ്ഞുടുപ്പിട്ട സ്ത്രീയെ പറ്റിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. കണ്ടില്ലേ, പുള്ളിക്കാരത്തി അവിടെ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ നോക്കുമ്പോൾ അവർ അങ്ങോട്ട് പോയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ആ മറിഞ്ഞു വീഴാൻ പോകുന്ന വ്യക്തിയാണ് ഈ തോമസ്. ആ മറിഞ്ഞു വീഴാനുണ്ടോ, ആ വ്യക്തിയാണ് തോമസ് എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. മേ ബി ഐശ്വര്യ പറഞ്ഞ വൈകിട്ട് നടന്ന സംഭവം ഇതായിരിക്കാം. എന്നാൽ ഇതിനകത്ത് എവിടെയാണ് ഡ്രസ്സ് പിച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന പോലാണ് അല്ലേ. ഇതും കഴിഞ്ഞിട്ട് രാത്രി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഡ്രസ്സ് പിച്ച് ചീന്തി എന്ന് പറയുന്നുണ്ട്. ഈ ഡ്രസ്സ് പിച്ച് ചീന്തിയതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ലിറ്റി എന്ന് പറയുന്ന സ്ത്രീ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് ലിറ്റി. ഇവർ ഈ ഒരു ഇഷ്യൂ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്ന് കണ്ടു നോക്കാവേ. എന്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയില് കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയിൽ നമ്മൾ ആ ഡ്രസ്സ് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉന്തും തള്ളും നടന്നതിന്റെ ഭാഗമായിട്ട് ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ടുണ്ട്. മേ ബി ആ ഉന്തും തള്ളിന്റെ ഇടയ്ക്ക് പറ്റിയതായിരിക്കും. ഇവ മറ്റേ പെങ്കൊച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിച്ച് ചീന്തി ആ ഒരു സെറ്റപ്പ് സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. അതും 2 തവണയാണ് ഗൈസ് പിച്ച് ചീന്തി എന്ന് പറയുന്നത്. ബേസിക്കലി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒരുമാതിരി വുമൺ കാർഡ് ഇറക്കി കളിക്കുന്ന പോലെ സീരിയസ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇവർ പറയാൻ സത്യമായിരിക്കാം മേ ബി, പക്ഷെ ആ പെങ്കൊച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു വുമൺ കാർഡ് ഇറക്കുന്ന പോലെ എനിക്ക് ബേസിക്കലി തോന്നിട്ടത്. എന്റെ അഭിപ്രായം മാത്രമാണ്. ഇതിന് ഈ പെങ്കൊച്ചിന്റെ ഭാഗത്ത് എന്തെങ്കിലും നീതി ഉണ്ടെങ്കിൽ അതിന് കിട്ടണമെന്നേ പറയത്തുള്ളൂ. പക്ഷെ ഉള്ളതുപോലെ പറയണം, അല്ലാതെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വിടരുത്. എന്തായാലും ഇവർക്ക് പറയാനുള്ള നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയില് കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് വന്ന അന്ന് മുതല് ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മ, അപ്പൻ, ഭർത്താവിന്റെ ചേട്ടൻ, അതുപോലെ കെട്ടിച്ചു വിട്ട ഒരു പെങ്ങള് ചാലക്കുടി കൺവിൻസ്ഡ് ആവും. കാരണം ഈ തോമസിന്റെ മകനും ഇപ്പം എന്താ പറയാ രംഗത്ത് വന്നിട്ടുണ്ട്. അതുൽ ലോകിനെ കോൺടാക്ട് ചെയ്തിട്ട് അതുലിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഈ മകൻ പറയുന്നുണ്ട്. ഇവര് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട്. വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് അതുലിന് അയച്ചതൊന്ന് കേട്ടു നോക്കാം. ചേട്ടാ, എന്റെ പേര് ലയൻ തോമസ് എന്നാണ്. ഈ തോമസ് ജോസ് പറഞ്ഞ ആളുടെ മോനാണ്. എന്റെ പപ്പയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് യൂട്യൂബില്. ചീവസ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഇതിലാണ് യൂട്യൂബിന്റെ ചാനലിലാണ് ഇട്ടേക്കണത്. അവര് പറഞ്ഞേക്കണത് അവരെ നടുറോഡ് വെച്ച് വീഴ്ത്തി അവരെ അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല കാര്യം നടന്നേക്കുന്നത്. അവര് ഇന്നലെ വൈകുന്നേരം വന്നിട്ട് അവരുടെ അമ്മ ആദ്യം തുടങ്ങി. അമ്മയാണ് ഈ അവിടെ വീഡിയോയില് കിടക്കണ ചീഫ് താഷ് എന്ന് പറഞ്ഞ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ കിടക്കണ ആളുടെ അമ്മയാണ്
വന്നാണ് എല്ലാം തുടങ്ങിയേക്കുന്നത്. അമ്മയാണ് എൻ്റെ അപ്പനെ അവരെല്ലാവരും കൂടി ചേർന്ന് അത് ഗമിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ പോലീസിനൊക്കെ വിളിച്ച് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ അവരുടെ മോൻ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ബൈക്കൊക്കെ റേസ് ചെയ്ത് എൻ്റെ അപ്പൻ്റെ നേരെ വന്നു. അപ്പം മാറി കൊടുത്തു. എന്നിട്ട് അവരുടെ അമ്മ പോലും മാറാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കീറി. ആദ്യം അവരാണ് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കീറിയത്. അവരുടെ ഡ്രസ്സ് കീറിയതിൻ്റെ കാരണം ഇന്നലെ നടന്ന വഴക്കിൽ അവരും അവരുടെ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കിടക്കുന്ന ആളുടെ അപ്പനും അമ്മയും ഭർത്താവും ആളും കൂടിയും എൻ്റെ അപ്പനും മക്കിട്ട് കയറിയപ്പോൾ അവരുടെ ഭർത്താവ് പിടിച്ചു മാറ്റിയപ്പോഴാണ് ആ ഡ്രസ്സ് കീറിയത്. അതിന് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അപ്പനെ അവർ മറിച്ചിട്ടുണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം അവർ കേസ് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ അപ്പനാണ് ഇതിൻ്റെ എല്ലാത്തിനെയും ഇത് ചെയ്തേക്കെന്ന് പറഞ്ഞു. അപ്പം അതിനൊന്ന് ഇത് ചെയ്യാനായിട്ടാണ്. ഇപ്പം മഞ്ഞ ചുരിദാറിട്ട ആളാണ് എൻ്റെ അപ്പനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടേക്കുന്നത് അതല്ല. വീഡിയോ ഇട്ടേക്കണേൽ കിടക്കണ ആള്. എൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം ചേട്ടന്. എന്നിട്ട് ഇവരുടെ ഭർത്താവ് എൻ്റെ അപ്പൻ്റെ അനിയനാണ്. എന്നിട്ടാണ് അവരെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് തുടങ്ങുന്ന സമയത്ത് അവരെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്ന് വലിയ വിളിച്ച് എൻ്റെ അപ്പനെ പുറത്തേക്ക് ഇറക്കിയിട്ടാണ് അവർ 4 പേരും കൂടിയും ഒരു പെണ്ണുങ്ങളുടെ മുമ്പിൽ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തത്. അവരുടെ അമ്മയും അവരും കൂടിയാണ് എൻ്റെ അപ്പനെ ആദ്യം തല്ലിയത്. സോ ഇതാണ് ഈ പയ്യൻ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ അല്ല. ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ അപ്പനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാന്നാണ് ഈ പയ്യനൊക്കെ പറയുന്നത്.